2025 ഓഗസ്റ്റ് മാസം 21 ഗ്രേറ്റർ നോയിഡയിലെ സിസ്ര എന്ന വില്ലേജ്. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടാകും. അയൽക്കാർ ഒരു വീട്ടിൽ നിന്നും നിലവിളി കേട്ടു. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന ശബ്ദമായിരുന്നു അത്. ആ ശബ്ദം വരുന്ന വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. കാരണം അപ്പോഴേക്കും 28 വയസ്സുള്ള ഒരു സ്ത്രീ പുതപ്പിൽ പൊതിഞ്ഞ നിലയിൽ വീടിന്റെ പടിക്കെട്ടിൽ നിന്നും താഴേക്ക് വീണിരുന്നു. ദേഹമാസകലം പൊള്ളലേറ്റിട്ടുണ്ട്. ഇതെല്ലാം അവളുടെ 6 വയസ്സുള്ള മകന്റെ കൺമുൻപിൽ തന്നെ സംഭവിക്കുകയായിരുന്നു. ഈ കേസിൽ തന്റെ അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ അവനൊരു ദൃക്സാക്ഷിയായി മാറി. നിക്കി പായൽ എന്ന് വിളിക്കപ്പെടുന്ന നിക്കി ഭാട്ടി ഒരു വീട്ടമ്മയായിരുന്നു. സ്നേഹനിധിയായ ഭാര്യ, സ്നേഹനിധിയായ അമ്മ. അവളുടെ 9 വർഷത്തെ ദാമ്പത്യ ജീവിതം ഇങ്ങനെ അവസാനിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇത് ശരിക്കും ഒരു സ്ത്രീധന പീഡന കേസ് മാത്രമാണ്. ഒരു യുവതിയുടെ സ്വപ്നങ്ങൾ, സൗന്ദര്യം, സ്വാതന്ത്ര്യം ഇവയെല്ലാം വിവാഹ ജീവിതത്തിന്റെ ക്രൂരമായ യാഥാർത്ഥ്യത്തിൽ തകർന്നു. സ്ത്രീധന പീഡനവും കുടുംബ വേട്ടയും ചേർന്ന് അവളുടെ ജീവിതം വേദനയുടെ അഗ്നിയിൽ തന്നെ കത്തിപ്പോയി. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അവളുടെ ഭീകര ദൃശ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറി. സമൂഹത്തിന്റെ കണ്ണുകൾ തന്നെ തുറന്നു. നമുക്ക് മനുഷ്യരുടെ അകത്തളങ്ങളിലെ അന്യായത്തെയും മനസ്സിലെ ഇരുണ്ട കോണുകളെയും നേരിട്ട് കാണാനും ഒരവസരം ലഭിച്ചു. അങ്ങനെ പുറത്തു വന്ന വീഡിയോ ദൃശ്യം എന്താണ്? നിക്കിക്ക് സത്യത്തിൽ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? നിക്കി ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് ജനിച്ചത്. അവളുടെ അച്ഛൻ ഭിഖാരി സിംഗ് തന്റെ പെൺമക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന സത്യസന്ധനായ ഒരു മനുഷ്യൻ. കുട്ടിക്കാലം മുതൽ തന്നെ നിക്കി സ്നേഹവും കരുതലുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ അവളുടെ കുടുംബത്തിന്റെ തന്നെ ജീവനായിരുന്നു. 2016 നവംബർ മാസം 10 നിക്കിക്ക് വെറും 19 വയസ്സ് മാത്രമുള്ളപ്പോൾ വിപിൻ ഭാട്ടി എന്നൊരു പുരുഷനെ വിവാഹം കഴിച്ചു. അവളുടെ സഹോദരിയും വിപിന്റെ സഹോദരൻ രോഹിത് ഭാട്ടിയെ വിവാഹം കഴിച്ചു. അങ്ങനെ 2 സഹോദരിമാരും ഒരേ വീട്ടിൽ തന്നെ പോയി. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് പോലെ ഒരു പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു ഇത്. നിക്കിയുടെ മാതാപിതാക്കൾ ഈ ഒരു ബന്ധം പൂർണ്ണ ഹൃദയത്തോടു കൂടി അംഗീകരിച്ചു. ആൺകുട്ടികളുടെ കുടുംബത്തെ സന്തോഷിപ്പിക്കാനായി അവർ ആവശ്യപ്പെട്ട സ്ത്രീധനമെല്ലാം നൽകി. അവർക്ക് സ്കോർപിയോ കാർ നൽകി, ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് നൽകി, സ്വർണം, ധാരാളം പണം എല്ലാം നൽകി. എന്നാലും ഇവിടെ ചിന്തിക്കേണ്ടത് നിക്കിയുടെ അച്ഛൻ അത്ര ഉയർന്ന തലത്തിലുള്ള ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷിക്ക് അപ്പുറമായിരുന്നു. എന്നിട്ടും ഭിഖാരി സിംഗ് ഈ ആൺകുട്ടികളുടെ കുടുംബം ആവശ്യപ്പെട്ടതെല്ലാം നൽകി, തന്റെ പെൺമക്കളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം. നിക്കിയും അവളുടെ അച്ഛനെ പോലെ തന്നെ വളരെ ലളിതമായൊരു പെൺകുട്ടിയായിരുന്നു. വിവാഹശേഷം തനിക്ക് സന്തോഷകരമായ മറ്റൊരു വീട് ലഭിക്കണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 2018 അവൾക്ക് ഒരു മകൻ ജനിച്ചു. ആ മകൻ അവളുടെ കണ്ണിലെ കൃഷ്ണമണിയായിരുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൾ ഒരു പൂർണ്ണ അമ്മയായി തന്നെ മാറി. തീർച്ചയായും എല്ലാ അമ്മമാർക്കും തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ കഴിയുമെന്നത് സത്യമാണ്. തുടക്കത്തിൽ വിവാഹശേഷം ഒരു പുതിയ വീട്ടിലേക്ക് മാറുന്നതിൽ അവൾക്കൊരല്പം ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിക്കിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം അവളുടെ സഹോദരിയും അവളോടൊപ്പം തന്നെ ആ വീട്ടിലേക്ക് താമസം മാറിയെന്നതാണ്. അതിനാൽ അത് ഏതാണ്ട് ഒരു വിധി പോലെയായിരുന്നു. വിധി അവരെ എന്നേക്കുമായി ഒരുമിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നിരിക്കണം. എന്നാൽ നിക്കിക്കും സഹോദരിക്കും ഒരു പുതിയ തുടക്കമാകേണ്ട ആ ഒരു വീട് അവർക്ക് ഒരു പേടി സ്വപ്നമായി തന്നെ മാറി. ഇവർ വിവാഹം കഴിഞ്ഞു പോയ ഒരു കുടുംബം, പുറമേ കാണാൻ നല്ലൊരു കുടുംബം, സാധാരണ കുടുംബം. നിക്കിയുടെ ഭർത്താവിനെ കാണാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പുറമേ കാണുമ്പോൾ നല്ലൊരു മാന്യനായ മനുഷ്യൻ. ഭാട്ടി കുടുംബത്തിൽ വേറെയും ആളുകളുണ്ടായിരുന്നു. അവരുടെ അച്ഛനായ സത്യവീർ ഭാട്ടി, അമ്മയായ ദയാ ഭാട്ടി, സഹോദരൻ രോഹിത് ഭാട്ടി എല്ലാവരും ഒരു കുടുംബത്തെ പോലെ ഒരുമിച്ചാണ് താമസിച്ചത്. എന്നാൽ ഈ കുടുംബത്തിന്റെ യാഥാർത്ഥ്യം വ്യത്യസ്തമായിരുന്നു. വിവാഹത്തിന് തൊട്ടു പിന്നാലെ അവർക്ക് കൂടുതൽ സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. ഈ അധിക സ്ത്രീധന തുക 33 ലക്ഷം മുതൽ 36 ലക്ഷം വരെയായിരുന്നു. തുടക്കത്തിൽ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ നിക്കിയെയും സഹോദരിയെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ പിന്നീട് ഈ ഭീഷണികളെല്ലാം വല്ലാത്ത മാനസിക ശാരീരിക പീഡനമായി തന്നെ മാറി. ഒരേ വീട്ടിൽ വിവാഹിതരായ നിക്കിയും കാഞ്ചലും ഇതേ പീഡനത്തിലൂടെ തന്നെ കടന്നുപോയി. പലപ്പോഴും ഈ 2 സഹോദരിമാരെയും ആ വീട്ടിൽ വെച്ച് മർദ്ദിച്ചു. 2 സഹോദരിമാരും 9 വർഷത്തോളം ഈ പീഡനങ്ങളെല്ലാം സഹിച്ചു. പോരാത്തതിന് ഈ കുടുംബം നിക്കിയുടെ മാതാപിതാക്കളെ ആവർത്തിച്ച് വിളിച്ച് കൂടുതൽ പണവും ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു.
ആഭരണങ്ങൾ അയക്കുക, കാർ അയക്കുക, കാർ മെച്ചപ്പെടുത്തുക. ഇങ്ങനെ ഇവർ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഭാട്ടി കുടുംബത്തിലെ പുരുഷന്മാരോ കുടുംബ അംഗങ്ങളോ ഒരു ജോലിയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർക്കുണ്ടായിരുന്നത് ഒരേ ഒരു ഗ്രോസറി സ്റ്റോർ മാത്രമായിരുന്നു. അവരുടെ വീട്ടിലെ ഒരു വരുമാനം അത് ആ കടയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മാത്രമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ നിക്കിയും സഹോദരിയും സ്വന്തമായി ഒരു പാർലർ തുടങ്ങി. അതുവഴി ഭർത്താവിന്റെ വീട്ടിൽ പണം കൊടുക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് കുടുംബത്തിന്റെ കാര്യത്തിൽ സഹായിക്കാനും സാധിക്കും. എന്നാൽ നിക്കിയുടെ സഹോദരിയായ കാഞ്ചലിന്റെ അഭിപ്രായത്തിൽ വിപിൻ ഈ ജോലി ചെയ്യുന്നതിൽ നിന്നും നിക്കിയെ വിലക്കിയിരുന്നു. അയാൾക്ക് ഈ ജോലി അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ പല തവണ ആ പാർലറിൽ വന്ന് ബഹളമുണ്ടാക്കും. ഇതെല്ലാം കടയിൽ കസ്റ്റമേഴ്സ് ഉള്ളപ്പോഴായിരുന്നു സംഭവിച്ചത്. ഒരു ദിവസം അയാൾ പാർലറിലെത്തി അവിടെയുള്ള ഒരു കസ്റ്റമറുമായി വഴക്കിട്ടു. ഇങ്ങനെ ഒരു രംഗം ഉണ്ടായത് കൊണ്ട് തന്നെ ആ പാർലറിന് ഒരു ചീത്തപ്പേര് തന്നെ ഉണ്ടായി. അതുകൊണ്ട് പിന്നീട് അധികം ആരും ആ പാർലറിലേക്ക് വരാതെയായി. ഇപ്പോ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും, ഒരു പക്ഷേ അയാൾ തൻ്റെ വീട്ടിലെ സ്ത്രീകൾ ജോലി ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഒരു ജോലിയും ചെയ്യരുത്, കുട്ടിയെ മാത്രം നോക്കിയാൽ മതി, ഞാൻ ഭാര്യയെ സംരക്ഷിച്ചു കൊള്ളാം എന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്ന വ്യക്തിയായിരിക്കണമെന്ന്. എന്നാൽ ഇവിടെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വിപിന് സ്ഥിരമായ ഒരു വരുമാന മാർഗമേ ഇല്ലായിരുന്നുവെന്നാണ്. അതിനു പുറമെ നിക്കിയുടെ കുടുംബത്തിൽ നിന്നുള്ള അയാളുടെ ആവശ്യങ്ങൾ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പോലീസിന്റെ റിപ്പോർട്ടുകളും കുടുംബത്തിന്റെ പ്രസ്താവനകളും അനുസരിച്ച് വിപിന് ശരിയായ ഒരു ബിസിനസ് പോലും ഇല്ലായിരുന്നു. അയാളുടെ കുടുംബത്തിൽ വിപിന്റെ അച്ഛൻ മാത്രമായിരുന്നു ഈ ഗ്രോസറി ഷോപ്പിൽ പോവുകയും അവിടെ ഇരിക്കാറുമുണ്ടായിരുന്നുള്ളൂ. പകരം വിപിൻ എപ്പോഴും വീട്ടിലായിരിക്കുകയും നിക്കിയുടെ മാതാപിതാക്കളിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. കൂടാതെ പാർലർ അടച്ചുപൂട്ടാൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പുറം ലോകം അറിയാതെ ആ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നിക്കി അപ്പോഴും ആ വിവാഹ ബന്ധത്തിൽ തന്നെ ഉറച്ചു നിന്നു. നിക്കിയും വിപിനും തമ്മിൽ ഓരോ ചെറിയ കാര്യത്തിനും ധാരാളം വഴക്കുകൾ ഉണ്ടാകും. പക്ഷെ അവനെ ഉപേക്ഷിച്ചില്ല. അതിന് പിന്നിലെ കാരണം കുടുംബാംഗങ്ങളുടെ നിർബന്ധം മാത്രമായിരുന്നു. കുടുംബാംഗങ്ങൾ ഈ നിക്കിയുടെ കുടുംബം മാത്രമല്ല, 2 കുടുംബങ്ങളുടെയും നിർബന്ധമാണ്. കാരണം 2 കുടുംബത്തിലെയും മാതാപിതാക്കൾ അവരോട് പറയുമായിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും, എല്ലാ കുടുംബങ്ങളിലും വഴക്കുകൾ ഉണ്ടാകും, ഈ സമയത്ത് നിങ്ങൾ കഠിനമായി പോരാടണം, അത്രമാത്രം. എന്താ അല്ലേ? പണ്ട് മുതലേ കേട്ടുവരുന്ന അതേ വാചകങ്ങൾ, ഒരു മാറ്റവും ഇല്ല. എന്നാൽ ഇവിടെ ഒഴിച്ചുകൂടാനാകാത്ത മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ അവരുടെ സംസ്കാരവും പ്രസക്തമാണ്. നിക്കി ഉൾപ്പെട്ട ആ ഒരു സമൂഹം, ഭാട്ടി കുടുംബം ഉൾപ്പെട്ട ആ ഒരു സമൂഹം വിവാഹമോചനം എന്ന വാക്ക് പറഞ്ഞാൽ പോലും അത് വളരെയധികം അപമാനമായി കരുതും. അതിനാൽ ആ ഒരു മാനസികാവസ്ഥയിൽ നിക്കി വിപിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പകരം നിക്കിയും അവളുടെ സഹോദരിയും ആഗ്രഹിച്ചത് ഭർത്താക്കന്മാർ അവരോട് വഴക്കിടരുത് എന്ന് മാത്രമാണ്. അവർ യാതൊരു ജോലിയും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, തങ്ങളോട് വഴക്കിടരുത്, തങ്ങളെ തങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം, ഞങ്ങളോടൊപ്പം നിന്നാൽ മാത്രം മതി, അവർ ജോലിക്ക് പോയില്ലെങ്കിലും പ്രശ്നമില്ല, കുട്ടിയെ പോലും നോക്കേണ്ട ആവശ്യമേ ഇല്ല, അല്പം മിണ്ടാതിരുന്നാൽ മാത്രം മതി എന്നായിരുന്നു. എന്നാൽ 2024 നിക്കിയുടെ ഭർത്താവായ വിപിന് മറ്റൊരു വിവാഹേതര ബന്ധമുണ്ടെന്ന കാര്യം വ്യക്തമായി. 2024 ഡൽഹിയിൽ വെച്ച് മറ്റൊരു സ്ത്രീയുമായി വിപിനെ പിടികൂടി. അവിടെ വെച്ച് തന്നെ അവനെ മർദ്ദിച്ചു. ആരാണ് അവനെ കണ്ടത്, ആരാണ് മർദ്ദിച്ചത്, ഇതൊന്നും അറിയില്ല. എന്നാൽ ഇതിലൂടെ ആ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വെളിച്ചത്ത് വന്നു. കാഞ്ചൻ പറയുന്നതനുസരിച്ച് വിപിനും സഹോദരനും നിരവധി സ്ത്രീകളോടൊപ്പം താമസിച്ചിരുന്നു. ഒരുപാട് മദ്യപിക്കുമായിരുന്നു, സ്ത്രീകളുമായി ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ശേഷമോ ഈ 2 പേരെയും തല്ലാറുണ്ടായിരുന്നു. അവരുടെ ഈ രഹസ്യ ബന്ധവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ ധാരാളം വഴക്കുകളും ഉണ്ടായി. എന്നാൽ ഇതെല്ലാം സംഭവിക്കുമ്പോഴും അവരുടെ അമ്മായിയമ്മ, അതായത് വിപിന്റെ അമ്മ, ഈ പീഡനങ്ങളിലെല്ലാം പങ്കാളിയായിരുന്നു. സഹോദരി ഭർത്താവായ രോഹിത് ഭാട്ടിയും ഈ മുഴുവൻ പദ്ധതിയുടെ എല്ലാം ഭാഗമായിരുന്നു. 2025 ഓഗസ്റ്റ് മാസം 21 ഗ്രേറ്റർ നോയിഡയിലെ സിസ്ര ഗ്രാമത്തിൽ ഒരു സാധാരണ ദിവസമായിരുന്നു. നിക്കി തൻ്റെ 6 വയസ്സുള്ള മകനോടൊപ്പം വീട്ടിലായിരുന്നു. ഒരു പകൽ സമയം. ഇപ്പോൾ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവളുടെ 6 വയസ്സുള്ള മകൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛൻ അമ്മയെ ചുട്ടുകൊന്നത് ഞാൻ കണ്ടു. ആ ദിവസം അച്ഛൻ അമ്മയെ വിളിച്ചു. ആദ്യം അവർ തമ്മിൽ ഒരു സംസാരമുണ്ടായി, പിന്നെ വഴക്ക് തുടങ്ങി. പിന്നെ വിപിൻ നിക്കിയുടെ മുടിയിൽ പിടിച്ച് അടിക്കാൻ തുടങ്ങി. മകൻ പറഞ്ഞതനുസരിച്ച് മുത്തശ്ശി അച്ഛൻ്റെ കയ്യിൽ മണ്ണെണ്ണ എടുത്തു കൊടുത്തു. ചില റിപ്പോർട്ടുകളിൽ ഇതിനെ മണ്ണെണ്ണ എന്ന് പരാമർശിക്കുന്നില്ല. എന്തായാലും ആ ഒരു ദ്രാവകം അവർ നിക്കിയുടെ മേൽ ഒഴിച്ചു, അതും കൊച്ചുമകന്റെ കൺമുൻപിൽ വെച്ച് തന്നെ. എന്നിട്ട് തീ കൊളുത്തുകയും ചെയ്തു. അത് കത്തുന്ന ദ്രാവകമായതിനാൽ ഉടൻ തന്നെ നിക്കി അത് പറ്റിപ്പിടിച്ചു. അവൾ അലറി വിളിച്ചുകൊണ്ട് വീടിന്റെ പടികളിലേക്ക് ഓടി. പക്ഷെ പിന്നീട് തീ കാരണം അവൾക്ക് ബാലൻസ് നഷ്ടപ്പെട്ടു. അവൾ ആ പടിയിലൂടെ താഴെ വീണു. ഇതെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ സംഭവിച്ചു. ഇപ്പോൾ ഇവരുടെ വീട് 3 നിലയാണ്. നിക്കിയുടെ കാര്യത്തിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവളുടെ സഹോദരി കാഞ്ചൽ 2ാം നിലയിലായിരുന്നു.
അന്ന് അവൾക്ക് സുഖമില്ലായിരുന്നു, കിടക്കുകയായിരുന്നു. എന്നാൽ താഴെ നിന്നും ഈ ഒരു നിലവിളി ശബ്ദം കേട്ട ഉടനെ അവൾ നേരെ സഹോദരിയുടെ അടുത്തേക്ക് ഓടി. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവളുടെ സഹോദരിയുടെ അവസ്ഥ, ഇതെല്ലാം അവൾക്ക് വല്ലാത്ത ഭയാനകമായ അനുഭൂതി തന്നെ നൽകി. പെട്ടെന്ന് സഹോദരിയുടെ മേൽ വെള്ളമൊഴിക്കാൻ ശ്രമിച്ചു. അതേ നിലയിലെ മുറിയിൽ നിന്നും ഒരു പുതപ്പ് കൊണ്ടുവന്ന് അവളുടെ ശരീരത്തിൽ തീ കെടുത്താനായി പുതപ്പ് അവളുടെ മേലിട്ടു. നിലവിളി കേട്ട അയൽക്കാർ പെട്ടെന്ന് തന്നെ നിക്കിയുടെ വീട്ടിലേക്ക് ഓടി. പക്ഷേ അവർ അവിടെ എത്തിയപ്പോൾ നിക്കി പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിലായിരുന്നു കണ്ടത്. ഉടൻ തന്നെ ആംബുലൻസിൽ നിക്കി അവിടെ നിന്നും കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവളെ ആദ്യം ഫോർട്ടീസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് അവൾക്ക് വളരെയധികം പൊള്ളലേറ്റതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ 70% പൊള്ളലേറ്റ നിലയിലായിരുന്നു അവളെ പ്രവേശിപ്പിച്ചത്. രക്ഷിക്കാൻ ഡോക്ടേഴ്സ് പരമാവധി ശ്രമിച്ചു. പക്ഷേ നിക്കി ഭാട്ടി ആശുപത്രിയിൽ വെച്ച് തന്നെ മരിച്ചു. നിക്കിയുടെ മരണത്തിന് തൊട്ട് പിന്നാലെ അവളുടെ കുടുംബാംഗങ്ങൾ സിസ്രയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. തുടക്കത്തിൽ ഈ ഒരു കേസിനെ കുറിച്ച് പോലീസിന്റെ സമീപനം വളരെ നിസ്സാരമായിരുന്നു. എന്നാൽ 9 വർഷമായി തുടരുന്ന സ്ത്രീധന പീഡനത്തിന്റെ ഫലമാണ് ഇതെന്ന് നിക്കിയുടെ പിതാവും കുടുംബാംഗങ്ങളും പറഞ്ഞപ്പോൾ ഈ കേസിന്റെ ദിശ തന്നെ മാറി. അപൂർവമായി ഈ ഒരു സംഭവത്തിൽ പോലീസിന് ഇവിടെ നന്ദി പറയേണ്ടതും അത്യാവശ്യമാണ്. കാരണം ഈ ഒരു കേസിൽ പോലീസ് വളരെ കർശനമായ സമീപനമാണ് പിന്നീട് സ്വീകരിച്ചത്. വളരെ വേഗത്തിൽ അറസ്റ്റുകളെല്ലാം ആരംഭിച്ചു. ഈ കേസിലെ ഏറ്റവും മികച്ചൊരു കാര്യമുണ്ട്, ഈ ആളുകൾ വളരെ കാലമായി കാഞ്ചലിനെയും നിക്കിയെയും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവരോടുള്ള പെരുമാറ്റം പുറത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകൾ വളരെയധികം ബഹളം വയ്ക്കുകയാണ് എന്ന് ഭർത്താക്കന്മാർ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നിക്കിയും കാഞ്ചനും അവരുടെ ഫോണുകളിൽ എല്ലാം റെക്കോർഡ് ചെയ്യുന്നൊരു ശീലമുണ്ടായിരുന്നു. പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പരിക്കേറ്റത് എന്ന് ചോദിച്ചാൽ തെളിവുകളോടുകൂടി പുറത്തു കാണിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനു മുൻപ് നിക്കിയെ ഭർത്താവ് മർദ്ദിക്കുമ്പോൾ കാഞ്ചൽ അത് റെക്കോർഡ് ചെയ്തിരുന്നു. പിന്നീട് നിക്കിയുടെ അവസാന നിമിഷങ്ങളും സഹോദരി റെക്കോർഡ് ചെയ്തു. പോരാത്തതിന് നിക്കി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയൽക്കാർ പോലും നിക്കി കത്തുന്നത് കണ്ടിരുന്നു. അങ്ങനെ ഇതെല്ലാം കാരണം ഈ കേസ് വളരെ ശക്തമായ ഒന്നായി മാറി. എന്നാൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് 6 വയസ്സുള്ള ആ മകനായിരുന്നു. മുത്തശ്ശി തൻ്റെ അച്ഛന് മണ്ണെണ്ണ നൽകി. ഇതെല്ലാം എങ്ങനെ ആരംഭിച്ചു, എങ്ങനെ അവസാനിച്ചു, എല്ലാം ആ കുട്ടി പറഞ്ഞപ്പോൾ ഈ കേസിന് വളരെ ശക്തമായൊരു തെളിവ് ലഭിച്ചു. ഭീഷണിപ്പെടുത്തൽ, മരണം, ആക്രമണം എന്നീ കുറ്റങ്ങൾ ചുമത്തി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വിപിൻ ഭാട്ടിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യാനായി പോലീസ് പോയപ്പോൾ അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ ഒരു സബ് ഇൻസ്പെക്ടറുടെ തോക്ക് തട്ടിയെടുക്കാനും അയാൾ ശ്രമിച്ചു. തുടർന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ അയാളുടെ കാലിൽ വെടിയേറ്റു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. എന്നാൽ പിടിക്കപ്പെട്ടതിന് ശേഷം പോലും എനിക്കൊട്ടും സഹതാപം തോന്നുന്നില്ല എന്നാണ് അയാൾ പറഞ്ഞത്. എൻ്റെ ഭാര്യ സ്വയം മരിച്ചു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവന്റെ അമ്മയായ ദയാ ഭാട്ടിയെയും അറസ്റ്റ് ചെയ്തു. ഹരിയാനയിലെ ഒരു ടോൾ പ്ലാസയിൽ വെച്ച് രോഹിത്തിനെയും പിടികൂടി. ഈ ഒരു കേസിൽ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട്. അവരും കർശനമായ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിക്കിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ആ വീടിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് വിപിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് നിരവധി ലൈംഗിക അതിക്രമങ്ങൾ അതിലൂടെ കണ്ടെത്തി. ഇതിലൂടെ വിപിന് നിരവധി വിവാഹേതര ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതും പോലീസ് ഉറപ്പിച്ചു. വിപിന്റെ ഭാര്യയായ നിക്കിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഭാര്യയുടെ മരണത്തിൽ ദുഃഖിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അയാൾ പോസ്റ്റ് ചെയ്തിരുന്നു. ആ പോസ്റ്റും വൈറലായി. നിങ്ങൾ ആ പോസ്റ്റ് കണ്ടു കാണുമോ എന്നറിയില്ല. പക്ഷേ ആ ഒരു പോസ്റ്റ് ഞാൻ നിരപരാധിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവൻ ചെയ്തത്. അയാൾ ആ പോസ്റ്റിൽ പറഞ്ഞത്, നീ എന്തിനാണ് എന്നോടിത് ചെയ്തതെന്ന് ഞാൻ ചോദിക്കും നിക്കി. അതായത് വിപിന് മനസ്സിലായി താൻ എന്തായാലും പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു തെളിവ് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് രക്ഷപ്പെടലിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. ഈ ഒരു കേസ് പൊതുജനങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ചർച്ചകൾ ആരംഭിച്ചു. നിക്കിയെ ചുട്ടുകൊന്നതിൻ്റെ വീഡിയോയും വൈറലായി മാറി. അത് കണ്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം തന്നെ തകർന്നുപോയി. നിക്കിയുടെ അയൽക്കാരും നാട്ടുകാരും പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കാൻ തുടങ്ങി. എല്ലാ പ്രതികളെയും കൊല്ലണമെന്നവർ ആവശ്യപ്പെട്ടു. ഇതൊരു സ്ത്രീധന കേസ് മാത്രമല്ല, ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. നിരവധി വനിതാ അവകാശ സംഘടനകളും ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്ത്രീധന പീഡനം സംഭവിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് ഒരു ഉദാഹരണം കാണിച്ചു കൊടുക്കണം. ആ ഉദാഹരണം ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. വിപിൻ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവന്റെ കാൽ ചികിത്സയിലാണ്. കോടതി വിചാരണയെ സംബന്ധിച്ച് തെളിവുകൾ ഇവിടെ ശക്തമാണ്. എങ്കിലും ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം, മാതാപിതാക്കൾ ഇപ്പോഴും എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? സ്വന്തം സമൂഹത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ എന്തിനാണ് മാതാപിതാക്കൾ കുട്ടികളെ നിർബന്ധിക്കുന്നത്? ഇതൊന്നാമത്തെ കാര്യം. അടുത്തത്, ഒരു ബന്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ പണം ആവശ്യപ്പെടുന്നുണ്ട്, സ്വർണം ആവശ്യപ്പെടുന്നുണ്ട്, വസ്തുവകകൾ ആവശ്യപ്പെടുന്നുണ്ട്.
അപ്പോൾ ഒരു വിവാഹം നടക്കുന്നത് തന്നെ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ആ വീട്ടിൽ എങ്ങനെയാണ് സന്തോഷമായി ജീവിക്കുക? വിവാഹ ബന്ധത്തിലൂടെ മറ്റൊരു ജീവിതവും സന്തോഷകരമായ മറ്റൊരു ലോകവുമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പണത്തിനും സ്വർണത്തിനും മാത്രമേ മൂല്യമുള്ളൂവെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ആ വീട്ടിൽ എന്ത് മൂല്യമാണ് ലഭിക്കുക? അടുത്തത്, വീട്ടിൽ തങ്ങൾക്ക് യാതൊരു സന്തോഷവുമില്ല, മാനസികമായും ശാരീരികമായും പീഡനങ്ങൾ അനുഭവിക്കുന്നുവെന്ന് സ്വന്തം വീട്ടുകാരോട്, സ്വന്തം അച്ഛനും അമ്മയോട് വന്ന് പറയുമ്പോൾ പോലും എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് അവിടെ തന്നെ സഹിച്ചു ജീവിക്കണം? വീണ്ടും പ്രശ്നങ്ങൾ വരും, എല്ലാം നിങ്ങൾ നേരിടണം, ഒറ്റയ്ക്ക് നിന്ന് പോരാടണം. എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? കാലാകാലങ്ങളായി ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്? വിവാഹം കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് മറ്റൊരു ജീവിതമായി, അതുകൊണ്ട് ഇനി നമുക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, അവരങ്ങനെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. വിവാഹത്തിന് ശേഷവും മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചേർത്ത് നിർത്തുന്നവരാണ് മാതാപിതാക്കൾ. എങ്കിൽ മാത്രമേ മക്കൾക്ക് വീണ്ടും ജീവിക്കണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നടന്ന പല സ്ത്രീധന പീഡന കേസിലെ ആത്മഹത്യകൾ എടുത്തു നോക്കിയാലും മാതാപിതാക്കൾ അതിൽ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഞാൻ കൂടെയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാം, അല്ലെങ്കിൽ ആ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും സാരമില്ല, നീ എൻ്റെ അടുത്ത് വന്നോ, അല്ലെങ്കിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട് നോക്കാൻ എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പല പെൺമക്കളും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അവിടെയെല്ലാം ആത്മഹത്യയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് കൊലപാതകമാണ്. 9 വർഷത്തോളം പീഡനങ്ങളെല്ലാം സഹിച്ച് ആ മക്കൾ ജീവിച്ചു. കാരണം മാതാപിതാക്കളുടെ അഭിമാനം, ആ കുടുംബത്തിൻ്റെ, ആ സമൂഹത്തിൻ്റെ സംസ്കാരം എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാം മനസ്സിലൊതുക്കി അവരങ്ങനെ ജീവിച്ചു. എന്നിട്ടും മരണം മാത്രമാണ് അവർക്ക് സമ്മാനമായി ലഭിച്ചത്. ഒരുപക്ഷെ നേരത്തെ തന്നെ മാതാപിതാക്കൾ മക്കളുടെ ഈ അവസ്ഥ അറിഞ്ഞ് തങ്ങളോടുകൂടി ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ ഇന്ന് ആ പെൺകുട്ടി ജീവനോടിരുന്നേനെ. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നത് 6 വയസ്സുള്ള ആ കുഞ്ഞു മാത്രം. അവന് അമ്മയുമില്ല, ഇപ്പോൾ അച്ഛനുമില്ല. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും കഠിനമായ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ വീഡിയോസിനെ കുറിച്ചും കേസുകളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.